സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ നടക്കുന്ന 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെൻറ് പ്ലീഡർ അഡ്വക്കേറ്റ് TS മായാദാസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PR സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ സംഭാവന ടാക്സ് പ്രാക്ടീഷണർ V അനിരുദ്ധനിൽ നിന്നും ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ സ്വീകരിച്ചു. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, റവന്യൂ ഇൻസ്പെക്ടർ A സുരേഷ് കുമാർ, പൂരക്കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, എങ്കക്കാട് ദേശം ഭാരവാഹികളായ C ജയേഷ് കുമാർ, പ്രൊഫസർ D നീലകണ്ഠൻ, ശശി ഇരുമ്പശ്ശേരി, വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, രാജേഷ്, കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ K ബാലകൃഷ്ണൻ, KR രമേഷ്, KP ഗോപാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, മാധ്യമപ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത്, ക്ഷേത്രം ഊരാളൻ കേളത്ത് പാർവതി വല്യമ്മ, മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു ഗണേശൻ, വനജ ശങ്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി നന്ദി പറഞ്ഞു. ആഗസ്റ്റ് 1 ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ ഇല്ലം നിറയും ആനയൂട്ടും നടക്കുക. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 7 മുതൽ 16 വരെ ദേവി ഭാഗവത നവാഹയജ്ഞവും നടക്കും. അദ്ദേഹം എപ്പോഴും പറയും, വിളിച്ചാൽ വിളിയേണ്ട പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷേ എനിക്കത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സഫലമായത് ഇപ്പോഴാണ്. ഞാനത് വരാനും ഇങ്ങനെ ഉപദേശ സമിതി എനിക്കൊരു അവസരം തന്നതിലും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പലപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭഗവതിയുടെ ഒരു അനുഭവം ഉണ്ട്. ഒരു തവണ എനിക്ക് ഭഗവതി എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നിട്ട് ഞാൻ ശാന്തേട്ടനോട് പറയുമ്പോൾ ശാന്തേട്ടൻ വിശ്വസിച്ചിട്ടുണ്ടാവണമെന്നില്ല. എന്നോട് ഒരു ദിവസം ഭഗവതി രാവിലെ എന്നോട് പറയാണ്, വടക്കാഞ്ചേരി ദേശത്തിൻ്റെ ഒപ്പം നിന്നോളോട്ടോ എന്ന് എന്നോട് ഭഗവതി പറയാണ്. ബാക്കിയുള്ളവർക്ക് ദേഷ്യം തോന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എന്നോട് പറഞ്ഞു ഒന്ന് ഒപ്പം ഉണ്ടായിക്കോളൂ അവരോട്. എന്നോട് വാക്കുകളോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ്റെ പൈസ കൊണ്ട് അവരുടെ കൂടെ ഒന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഭഗവതിയുടെ സാന്നിധ്യം പലർക്കും പല രൂപത്തിലും പല ഭാവത്തിലുമാണ് അത് ഉണ്ടാവുക. ആ അനുഗ്രഹം എപ്പോഴും പല രൂപത്തിലും ഉണ്ടായിട്ടുണ്ട്. You are watching VCV News.